فبأي آلاء ربكما تكذبان. അടുത്ത നാമം അസ്സമദ് എന്നുള്ള നാമമാണ്. അസ്സമദ് അതും ഖുർആനിൽ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസിലാണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഖുർആനിന്റെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്താണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, അയഅ്ജിസു അഹദുക്കും അൻ യഖ്റഅ സുലുസൽ ഖുർആൻ ഫീ ലൈലത്തിൻ, നിങ്ങൾക്ക് ആർക്കാണ് സാധിക്കുക, നിങ്ങൾക്ക് ആർക്കാണ് കഴിയുക ഓരോ ദിവസവും ഓരോ രാത്രിയിലും ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തു തീർക്കുക? അങ്ങനെ നിങ്ങൾക്ക് ആർക്കാണ് കഴിയുക? അപ്പോൾ സഹാബികൾക്ക് എല്ലാവർക്കും സാധിക്കില്ല, അവർക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നു. അവർ പറഞ്ഞു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ സ്ഥിരമായി ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കാണ് സാധിക്കുക? ഫഖാല, അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ. അല്ലാഹുൽ വാഹിദുസ് സമദ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് സൂറത്തുൽ ഇഖ്ലാസിനെയാണ്. അത് ഖുർആനിന്റെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് എന്ന് വന്നിട്ടുണ്ട്. അസ്സമദ് എന്നുള്ള വാക്ക് ഖുർആനിൽ ആ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. എന്താണ് അസ്സമദ് എന്നുള്ള വാക്കിന്റെ ആശയം? എന്താണ് അതിന്റെ അർത്ഥം? അസ്സയ്യിദുൽ അദീം ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അസ്സമദ് എന്നുള്ള പദത്തിന്റെ ആശയം പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ കാണാം, സമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാതെ നിരാശ്രയനായിട്ടുള്ളവൻ. അതായത് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല, മറ്റുള്ളവരെല്ലാം ആശ്രയിക്കപ്പെടുന്നവൻ എന്നുള്ള ആശയമാണ് മലയാളത്തിൽ പറയാൻ സാധിക്കുക. അതിനെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അസ്സയ്യിദുല്ലദീ ഖദ് കമുല ഫീ സുദ്ദിദിഹി, സയ്യിദാൻ നേതാവാണ്, എല്ലാവിധ പൂർണ്ണമായ നേതൃത്വവും ആ സയ്യിദ് ഉള്ളവൻ. വശരീഫുല്ലദീ ഖദ് കമുല ഫീ ശറഫിഹി, എല്ലാവിധ ശ്രേഷ്ഠതയും പൂർത്തീകരിച്ചവൻ. വൽ അദീമുല്ലദീ ഖദ് കമുല ഫീ അളമതിഹി, എല്ലാവിധ മഹത്വവും ഉള്ളവൻ. വൽ ഹലീമുല്ലദീ ഖദ് കമുല ഫീ ഹിൽമിഹി, ഹിൽമുള്ളവൻ. ഹിൽം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ? ഒരു അവധാനത എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആൾ വിവേകത്തോടു കൂടി ഒരാളോട് കാണിക്കുന്ന ഒരു അവധാനത, ആ അർത്ഥത്തിലൊക്കെ പറയാം. വൽ ഗനിയുല്ലദീ ഖദ് കമുല ഫീ ഗിനാഹു, പരിപൂർണമായ നിരാശ്രയത്വം ഉള്ളവൻ, അത് പൂർത്തീകരിച്ചവൻ. വൽ ജബ്ബാറുല്ലദീ ഖദ് കമുല ഫീ ജബറൂതിഹി, ജബ്ബാർ എന്നുള്ള പദം പറഞ്ഞാൽ തകർന്നു പോയ ഒന്നിനെ അതിനെ വീണ്ടും പഴയപടി കൊണ്ടുവരുന്നവനാണ് ജബ്ബാർ എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിന് മെന്റർ എന്നുള്ള വാക്കൊക്കെ പറയും, മലയാളത്തിൽ ഒറ്റ വാക്ക് ഇല്ല. അതായത് എന്തെങ്കിലും ജബ്ബർ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയ ഒന്നിനെ നേരാക്കുന്നതിനൊക്കെ ജബ്ബാർ എന്ന് പറയും. അപ്പോൾ ജബ്ബാർ എന്നുള്ള പദത്തിന്റെ ആശയം വളരെ വിശാലമാണ്. ഒരു രോഗിക്ക് ശിഫ നൽകുന്നത്, അതുപോലെ ദരിദ്രനെ സമ്പന്നനാക്കുന്നത്, ദില്ലത്തുള്ളവനെ ഇജ്ജത്ത് നൽകുന്നത് ഒക്കെ ജബ്ബാർ എന്നുള്ള നാമത്തിന്റെ ഉള്ളിൽ വരും. അത് വരുമ്പോൾ പറയും. അപ്പോൾ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരുന്നവൻ. വൽ ആലിമുല്ലദീ ഖദ് കമുല ഫീ ഇൽമിഹി, അറിവിൽ പരിപൂർണത നേടിയിട്ടുള്ള ആലിം. വൽ ഹകീമുല്ലദീ ഖദ് കമുല ഫീ ഹിക്മതിഹി, യുക്തിയിൽ അതിന്റെ പരിപൂർണതയിലുള്ളവൻ. വഹുവല്ലദീ ഖദ് കമുല ഫീ അൻവാഇശ് ശറഫി വസുഅദ്, എല്ലാവിധ ശ്രേഷ്ഠതയും മഹത്വവും എല്ലാം പൂർത്തീകരിച്ചവൻ. വഹുവല്ലാഹു സുബ്ഹാന ഹാദിഹി സിഫതുഹു ലാ തബ്ഗി ഇല്ലാ ലഹു, അത് അല്ലാഹു മാത്രമാണ്. ഈ വിശേഷങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും യോജിച്ചതല്ല. നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ ആമുഖം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ അത് ഒന്നിൽ കൂടുതൽ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതും ഒന്നിൽ കൂടുതൽ നാമങ്ങളെയും വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. നമ്മൾ ചില നാമങ്ങൾ പറഞ്ഞിരുന്നു. അതിൽപ്പെട്ടൊരു നാമമാണ് അസ്സമദ് എന്നുള്ളത്. അതൊരൊറ്റ അർത്ഥം കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്സമദ് എന്ന് പറയുന്ന അർത്ഥം. എല്ലാ സൃഷ്ടികളും ആവശ്യക്കാരായിട്ടുള്ള, എല്ലാവരുടെയും ലക്ഷ്യമായിട്ടുള്ള, എല്ലാവരെയും റബ്ബായിട്ടുള്ള, ദീനിൻ്റെയും ദുനിയാവിൻ്റെയും എല്ലാ കാര്യങ്ങളും നന്നാക്കി കൊടുക്കുന്ന, എല്ലാവിധ കാര്യങ്ങളിലും സഹായം നൽകുന്ന, എല്ലാവിധ ഞെരുക്കങ്ങൾക്കും തുറവി നൽകുന്ന ഈ ആശയമെല്ലാം അസ്സമദ് എന്നുള്ള നാമത്തിന് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അസ്സമദ് എന്നുള്ള നാമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അസ്സമദ് അസ്സയ്യിദുല്ലദീ ഖദ് കമുല ഫീ സുഅദിദിഹി വലിഹാദാ കാനത്തിൽ അറബു തുസമ്മി അഷ്റാഫുഹാ ബിഹാദൽ ഇസ്ം.
അറബികൾ പൊതുവെ അവരിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെ സമദ് എന്നുള്ള പേരിൽ അവർക്ക് ഒന്ന് പറയാറുണ്ട്. കാരണം ആ നേതൃത്വത്തിൽ എത്തി എന്നുള്ളതിലും അതിൻ്റെ ഉന്നതിയിൽ എത്തിയ നിലക്കും. അപ്പം അങ്ങനെയുള്ള എല്ലാവിധ പരിപൂർണതയും എത്തിയതാണ് അസ്സമദ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സമദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കൽബുകൾ ആഗ്രഹം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും ഭയം കൊണ്ടും ആരിലേക്കാണോ തിരിയുന്നത്, അതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കാരണം ധാരാളം ഖൈറുകൾ വിശേഷണങ്ങൾ അതിലുള്ളത് കൊണ്ടാണ്. വകസ്റത്തുൽ ഔസാഫിൽ ഹമീദത്തി ലഹു, ധാരാളം സ്തുത്യർഹമായിട്ടുള്ള വിശേഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. വലിഹാദ ഖാല ജുംഹൂറുസ് സലഫ്, അതുകൊണ്ടാണ് അധിക സലഫുകളും ഈ ഒരു വാക്കിനെ ഈ ഒരു തരത്തിൽ വ്യത്യസ്തമായി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇതേ ആശയത്തിൽ തന്നെ ധാരാളം സലഫുകൾ ഈ ഒരു വാക്കിനെ വിശദീകരിക്കുന്നിടത്ത് ധാരാളം രീതിയിൽ വിശദീകരിച്ച് കാണാം. അതിൽ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഉദാഹരണത്തിന് അബുൽ ഖാസിം ത്വബ്റാനി അദ്ദേഹത്തിന്റെ കിതാബുസ്സുന്നയിൽ അസ്സമദ് എന്നുള്ളതിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട്. ഈ ഇതുപോലെയുള്ള എല്ലാ ആശയങ്ങളും കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ്, വകുല്ലു ഹാദിഹി സഹീഹ, ഈ ആശയങ്ങളെല്ലാം അതിന് യോജിച്ചതാണ്. വഹിയ മിൻ സിഫാത്തി റബ്ബിന അസ്സ വജൽ, അത് നമ്മുടെ റബ്ബിന്റെ വിശേഷങ്ങളിൽപ്പെട്ടതാണ്. വഹുവല്ലദി യുസ്മദ് ഇലൈഹി ഫിൽ ഹവായിജ്, അള്ളാഹുവാണ് ആവശ്യങ്ങളിലേക്ക് ആശ്രയിക്കപ്പെടുന്നവൻ. നമ്മുടെ ആവശ്യങ്ങൾക്ക് ആരിലേക്കാണ് ആവശ്യപ്പെടുന്നത്? അള്ളാഹുവാണ്. വഹുവല്ലദി ഇൻതഹാ സുഅ്ദിദിഹി, എല്ലാവിധ നേതൃത്വവും എല്ലാവിധ അധികാരവും അവസാനിക്കുന്നത് അള്ളാഹുവിലാണ്. വഹുവ സമദുല്ലദീ ലാ ജൗഫ ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മറ്റെന്തെങ്കിലും ആവശ്യമുള്ള രീതിയിൽ, അഥവാ വയറോ ഭക്ഷണമോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ നിരാശ്രയനാണ്. വലാ യഅ്കുൽ വലാ യശ്റബ്, അവൻ ഭക്ഷിക്കുകയില്ല, അവൻ വെള്ളം പാനീയങ്ങൾ കുടിക്കുകയില്ല. വഹുവൽ ബാഖി ബഅദ ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾ നശിച്ചു പോയാലും അതിൻ്റെ ബാക്കിയായി നിലനിൽക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. അതായത് ഈ സമദ് എന്നുള്ള പദത്തെ നമുക്ക് പറഞ്ഞില്ലേ, ഒറ്റ വാക്കുകൊണ്ട് അതിനെ പറയുക എന്നത് സാധിക്കില്ല. ഒരുപാട് വിശേഷണങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള, അതിൻ്റെ എല്ലാം പരിപൂർണത നേടിയിട്ടുള്ള ആരാണോ അവനാണ് അസ്സമദ് എന്ന് പറയുന്നത്. എല്ലാ നിലക്കും അവനാണ് അസ്സമദ് എന്നുള്ളത്. ഇനി ഇമാം അൽ ബഗവി റഹിമഹുല്ല ഈ സമദ് എന്നുള്ള പദത്തെ പറ്റി പറഞ്ഞു കാണാം. വൽ ഔലാ അൻ യഹ്മില ലഫ്ദു സമദ് അലാ കുല്ലി മാ ഖീല ഫീഹി, അദ്ദേഹം പറയാണ് അസ്സമദ് എന്നുള്ള വാക്കിന് അതിനെപ്പറ്റി പറയപ്പെട്ട എല്ലാ ആശയങ്ങളും ഉണ്ട്. അതൊന്നിലേക്ക് മാത്രമായി പറയാൻ സാധിക്കില്ല. എന്തൊക്കെ ആശയങ്ങളാണോ അതിനെപ്പറ്റി പറയപ്പെട്ടിട്ടുള്ളത് അതെല്ലാം അതിനുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമദ് എന്ന് പറയുമ്പോൾ ആ വിശേഷണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, മറ്റൊന്നിനും സാമ്യപ്പെടുത്താൻ സാധിക്കാത്ത വിധം അവൻ ഏകനും എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന് പറയാൻ. അപ്പോൾ അസ്സമദ് എന്നുള്ള നാമം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും, നേതൃത്വത്തിലും ശ്രേഷ്ഠതയിലും മഹത്വത്തിലും അതുപോലെ തന്നെ നിരാശ്രയത്തിലും അറിവിലും ഹിക്മത്തിലും അങ്ങനെയുള്ള ധാരാളം വിശേഷണങ്ങളിൽ അതിൻ്റെ പരിപൂർണതയിലെത്തിയവൻ, എല്ലാ സൃഷ്ടികളും ആവശ്യക്കാരനായി ആരിലേക്കാണോ ചെല്ലുന്നത് അവനാണത്, അവന് മറ്റൊന്നിലേക്കും ആവശ്യക്കാരനുമല്ലതാനും. അങ്ങനെ ആ പരിപൂർണമായിട്ടുള്ള ഒരുപാട് വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അസ്സമദ് എന്നുള്ള നാമം. അവനിലേക്കാണ് ആളുകൾ ആവശ്യങ്ങൾ ചോദിക്കുന്നത്, അവനിലേക്കാണ് രക്ഷ തേടുന്നത്, അവനിലേക്കാണ് മടങ്ങുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് അഥവാ അസ്സമദ് എന്നുള്ള നാമത്തിൻ്റെ ആശയത്തിലേക്കാണ് മടങ്ങുക. ഇതാണ് അസ്സമദുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാനുള്ളത്.